അനുഗ്രഹിക്കുകയും ചെയ്ത് എല്ലാവർക്കുമായി സാധാരണയായി നമ്മളുടെ മീറ്റിങ്ങുകൾ ബൈബിൾ ക്ലാസ്സുകളാണല്ലോ ചിന്തിക്കുന്നത്. ഉപവാസ പ്രാർത്ഥനയായതുകൊണ്ട് മറ്റൊരു ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുന്നു. പഴയ നിയമത്തിലെ ഒരു പുസ്തകത്തിൽ നിന്നാണ് ഇന്ന് രാത്രി ദൈവത്തിൽ ചിന്തിപ്പാനായി ദൈവങ്ങളിൽ ശരണപ്പെട്ട് ആഗ്രഹിക്കുന്നത്. പഴയ നിയമത്തിലെ ചെറിയ പുസ്തകങ്ങളൊന്നും നമ്മളധികം ശ്രദ്ധിക്കാതെ വിടുന്ന പുസ്തകങ്ങളാണ് അല്ലേ. ഹഗ്ഗായിയുടെ പ്രവചനം, അതുപോലെ യോവേൽ, ഇങ്ങനെയുള്ള അധ്യായങ്ങളൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കുവാനായി കഴിഞ്ഞെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇന്ന് രാത്രി ഒരു ചെറിയ അധ്യായമാണ്, ചെറിയ പോർഷനാണ് ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ചെറിയ പുസ്തകമാണ്. സെഫന്യാവിൻ്റെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. എല്ലാവരുടെയും ബൈബിളിൽ സെയിം പേജാണെന്ന് അറിയത്തില്ല. 972. നിങ്ങൾ ഇൻഡെക്സ് ഒക്കെ നോക്കി കഷ്ടപ്പെടാതെ പെട്ടെന്ന് നമ്പർ അങ്ങ് പറഞ്ഞേക്കാം. 972 സെഫന്യാവിൻ്റെ പുസ്തകത്തിലേക്കാണ് നാം കടന്നു വരുന്നത്. സെഫന്യാവ് എന്ന പദത്തിന്റെ അർത്ഥം യഹോവ മറയ്ക്കുന്നു എന്നാണ്. കേട്ടിട്ട് സന്തോഷമുണ്ട്, സന്തോഷമില്ലേ? യഹോവ മറയ്ക്കുന്നു, പ്രൊട്ടക്ട് ചെയ്യുന്ന കർത്താവ്, മറയ്ക്കുന്ന. ഹല്ലേലൂയ. പ്രതികൂലങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, സാത്താനിൽ നിന്ന്, പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന് നമ്മെ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവം, മറയ്ക്കുന്ന ദൈവം. സെഫന്യാവ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? സെഫന്യാ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടം യഹൂദ രാജാവായ യോശിയാവിന്റെ കാലത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. 1-2 പദങ്ങളിൽ ഞാൻ പറഞ്ഞു നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. യഹൂദ രാജാവായ യോശിയാവിന്റെ കാലത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഹിസ്കിയാവിന്റെ കാലത്താണ് താൻ പ്രവചിച്ച് പോന്നിരുന്നത്. യഹൂദ ഗോത്രക്കാരനാണ്. യഹൂദ എന്ന പദത്തിന്റെ അർത്ഥം നാം ചിന്തിച്ചതാണ്. ഓർമ്മയുണ്ടോ? യഹൂദ സ്തുതിക്കുക, സ്തുതിക്കുന്നവൻ, സ്തുതി എന്നാണ് ആ ഗോത്രത്തിന്റെ പേര്. യഹൂദ വംശത്തിൽ പിറന്നവൻ ആരാണ്? യേശു കർത്താവ് അല്ലേ. യഹൂദ ഗോത്രത്തിൽ, ദാവീദിന്റെ വംശത്തിൽ അല്ലേ പിറന്ന യേശു കർത്താവിനെ കുറിച്ച് നാം ചിന്തിച്ചു. സ്തുതിക്കുന്നവൻ ആദ്യം പുറപ്പെടട്ടെ എന്ന് ഇസ്രായേൽ ജനം ദൈവത്തോട് അപേക്ഷിക്കുന്ന സമയത്ത് യോശുവയുടെ കാലഘട്ടത്തിൽ യഹൂദ പുറപ്പെടട്ടെ, സ്തുതിക്കുന്നവൻ മുൻപിൽ പുറപ്പെടട്ടെ എന്നും നാം ചിന്തിച്ചു. യഹൂദ ഗോത്രത്തിൽ തന്നെയാണ് സെഫന്യാവ് ജനിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയും. യെരുശലേമിലാണ് അദ്ദേഹം താമസിച്ച് ശുശ്രൂഷ ചെയ്തത്. സെഫന്യാവിന്റെ പുസ്തകത്തിൽ 3 അധ്യായങ്ങൾ മാത്രമേ സെഫന്യാവിന്റെ പുസ്തകമുള്ളൂ. 4 അധ്യായമുണ്ടോ? 3 അധ്യായം അല്ലെ. 3 അധ്യായങ്ങൾ മാത്രമേ സെഫന്യാവിന്റെ പുസ്തകത്തിലുള്ളൂ. വളരെ ചെറിയ ഒരു പ്രവചന പുസ്തകമാണിത്. 3-4 കാര്യങ്ങളാണ് സെഫന്യാവിന്റെ പുസ്തകത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. ഒന്ന്, സർവഭൂമിക്കുമുള്ള ന്യായവിധി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. യഹൂദ ഗോത്രത്തിന് മാത്രമായുള്ള ന്യായവിധിയെ കുറിച്ച് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. യഹൂദയ്ക്ക് ചുറ്റുമുള്ള അയൽ രാജ്യത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ന്യായവിധിയും അതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അവസാനമായി മഹാകഷ്ടത്തിന്റെ നടുവിൽ മാനസാന്തരപ്പെടുന്ന ജനത്തിനുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. എത്ര കാര്യങ്ങൾ കേട്ടു അല്ലേ? എന്തൊക്കെയാണ്? സർവഭൂമിക്കുമുള്ള ന്യായവിധി, യഹൂദയ്ക്കുള്ള ന്യായവിധി, അയൽ രാജ്യങ്ങൾക്കുള്ള ന്യായവിധി. ഇനിയും ഒരു മഹാകഷ്ടം വരാൻ പോവുകയാണ്. മഹാകഷ്ടം. യേശു കർത്താവ് രഹസ്യ വരവിന് ശേഷം, യേശു കർത്താവിന്റെ രഹസ്യ വരവിൽ ദൈവസഭ ഇവിടുന്ന് എടുക്കപ്പെടും അല്ലെ. പരിശുദ്ധാത്മ അഭിഷേകത്തിൽ സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിനെ ആരാധിക്കുന്ന അവന്റെ സഭ ഇവിടുന്ന് എടുക്കപ്പെടുകയും ഒരു വലിയ കഷ്ടം, മഹാപീഡന കാലഘട്ടം ഉണ്ടാകുകയും ചെയ്യും. ഈ മഹാപീഡന കാലഘട്ടത്തിൽ ഇസ്രായേൽ രാഷ്ട്രത്തിലുള്ള ചിലർ ദൈവത്തെ അന്വേഷിക്കുകയും ആ ഇസ്രായേലിന്റെ നടുവിൽ ചിലർ ദൈവത്തെ സ്വീകരിച്ച് വാഗ്ദത്തം പ്രാപിക്കുകയും ചെയ്യും. അതൊക്കെ സെഫന്യാവിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതാണ് അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ മഹാകഷ്ടത്തിൽ നിന്നുള്ള വിടുതലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാനിതൊന്നും ഒരു ഇൻട്രൊഡക്ഷനായി പറഞ്ഞുള്ളൂ. നമുക്കതിന്റെ പ്രാരംഭ ഭാഗങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. 1-ാം അധ്യായത്തിന്റെ എല്ലാ വാക്യങ്ങളും ചിന്തിക്കാൻ നമുക്ക് സമയമില്ല. എല്ലാ വാക്യങ്ങളും ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വാക്കുകളൊന്നും അതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ ന്യായവിധിയാണ് അദ്ദേഹത്തിന്റെ പ്രവചന വിഷയം. ന്യായവിധി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അല്ലെ ചില പ്രയാസം ഉണ്ടാകുന്ന അല്ലെ, സന്തോഷം തോന്നുന്ന ഒരു കാര്യമല്ല. എന്നാൽ ദൈവജനത്തിന് അല്ല ന്യായവിധി. ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന, ദൈവത്തിന് ഇഷ്ടം പ്രവർത്തിക്കാത്ത, ദൈവത്തെ അന്വേഷിക്കാത്ത ഇസ്രായേൽ ജനത്തെ ദൈവം ഇപ്പോഴും ശിക്ഷിച്ചുകൊണ്ടിരുന്നത് കാണാൻ കഴിയും. വ്യത്യസ്ത രാജ്യങ്ങളെ കൊണ്ട്, വ്യത്യസ്ത ഗോത്രങ്ങളെ കൊണ്ട് ഇസ്രായേൽ ജനത്തെ ആക്രമിക്കുവാൻ അനുവദിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. മിദ്യാന്യരെ ദൈവം അനുവദിച്ചു, ഫെലിസ്ത്യരെ ദൈവം അനുവദിച്ചു. ദൈവത്തിൽ നിന്ന് അവരെപ്പോഴൊക്കെ അകന്നു പോയി അപ്പോഴൊക്കെ ശത്രു രാജ്യങ്ങൾ അവർക്ക് വിരോധമായി തീർന്ന് അവരെ ആക്രമിക്കുന്നത് കാണാൻ കഴിയും. ഇപ്പോഴും ഈ കാലഘട്ടത്തിലും അല്ലെ ആ രാഷ്ട്രം യുദ്ധത്തിൽ നിന്നൊരു വിടുതൽ പ്രാപിച്ചിട്ടില്ല. ഈ നിമിഷം വരെ യുദ്ധങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ 12-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. ആ കാലത്ത് ഞാൻ യെരൂശലേമിനെ വിളക്ക് കത്തിച്ച് ശോധന കഴിക്കുകയും മട്ടിന്മേൽ ഉറച്ചു കിടന്ന് യഹോവ ഗുണമോ ദോഷമോ ചെയ്യുകയില്ല എന്ന് ഹൃദയത്തിൽ പറയുന്ന പുരുഷന്മാരെ സന്ദർശിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ന്യായവിധിയുടെ ചില ഭാഗങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ എപ്പോഴോ ബൈബിൾ സ്റ്റഡി നടത്തിയപ്പോൾ പഠിച്ചായിരുന്നു അല്ലേ, മനുഷ്യൻ പാപം ചെയ്യാനുള്ള പ്രേരണ അവന് പിന്നെയും പിന്നെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മളത് പഠിച്ചായിരുന്നു. ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അല്ലേ, തക്ക സമയത്തുള്ള ശിക്ഷ ലഭിക്കാത്തത് കൊണ്ട് മനുഷ്യൻ വീണ്ടും തെറ്റ് ചെയ്യാനായിട്ട് അവന്റെ ഉള്ളിൽ പ്രേരണ ഉണ്ടാകും. അല്ലേ, ദൈവം നമ്മളോട് ക്ഷമിക്കുന്നത് കൊണ്ടും ദൈവം നമ്മുടെ തെറ്റുകൾക്ക്, പരാജയങ്ങൾക്ക്, പാപങ്ങൾക്ക് ഒത്തവണ്ണം മറുപടിയും പ്രതിഫലവും തരാത്തത് കൊണ്ടും, അതുകൊണ്ടാണ് നമ്മളുടെ ആലയത്തിൽ ആയിരിക്കുന്നത്. അല്ലേ, എപ്പോഴും ജീവനോടെ കർത്താവിനെ ആരാധിക്കുവാൻ കഴിയുന്നത്, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ ദയയാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. അപ്പോൾ ദൈവത്തിന്റെ കരുണ കൊണ്ടും ദൈവത്തിന്റെ കൃപ കൊണ്ടുമാണ് നാം ആയിരിക്കുന്നത്. നമ്മുടെ പ്രവൃത്തി, ആരുടെ പ്രവൃത്തികളും ദൈവസന്നിധിയിൽ നീതി ഉള്ളവയല്ല. എല്ലാം നല്ല പ്രവൃത്തി ചെയ്താലും അതെല്ലാം കറ ഉരുണ്ട തുണികൾ പോലെയാണ്. അപ്പൊ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തെ പ്രശാന്തിപ്പിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ വിശ്വാസം ആവശ്യമാണ്, പ്രവൃത്തിയും ആവശ്യമാണെന്ന് ലേഖനങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ പ്രവൃത്തി കൊണ്ട് മാത്രം ദൈവത്തെ പ്രസാദിക്കുവാൻ കഴിയത്തില്ല. വിശ്വാസം ആവശ്യമാണ്. വിശ്വാസത്തോടൊപ്പം വിശുദ്ധ ജീവിതവും പ്രവൃത്തിയും ആവശ്യമാണ്. എന്നാൽ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നാം നീതീകരിക്കപ്പെടുകയില്ല. നീതീകരിക്കപ്പെടുവാൻ, വിശുദ്ധീകരിക്കപ്പെടാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ അകത്തുണ്ടായാൽ നമ്മെ വിശുദ്ധീകരിക്കുന്നതും നീതീകരിക്കുന്നതും ദൈവമാണ്. കേൾക്കുമ്പോൾ ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ അന്ന് നമ്മൾ പഠിച്ചല്ലേ, നമ്മള് ദൈവത്തെ ഭയപ്പെടാത്തത് കൊണ്ട്, വീണ്ടും ദൈവത്തിന്റെ ശിക്ഷ സമയാസമയങ്ങളിൽ ലഭിക്കാത്തത് കൊണ്ട്, അവൻ കരുണയുള്ള ദൈവമായതുകൊണ്ടും കൃപയുള്ള ദൈവമായതുകൊണ്ടും നമ്മുടെ ദീർഘക്ഷമ കാണിക്കുന്നത് കൊണ്ടും, പ്രത്യേകിച്ച് കൃപയുടെ കാലഘട്ടമായതുകൊണ്ടും നാം ശിക്ഷിക്കപ്പെടാത്തത് നിമിത്തം വീണ്ടും തെറ്റുകൾ ചെയ്യാനുള്ള പ്രേരണ സ്വാഭാവികമായി ഉണ്ടാകുന്നു എന്ന് നാം പഠിച്ചായിരുന്നു. ഇവിടെ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവം വിളക്ക് കത്തിച്ച് ശോധന കഴിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കണ്ണിൽ നിന്നൊന്നും മറവായിരിക്കുന്നില്ല. സകലതും അവന്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുകയാണ്. അവന്റെ വിളക്ക് കത്തിച്ച് ശോധന ചെയ്യും. ഇത് ഇസ്രായേൽ ജനത്തോടുള്ള ന്യായവിധിയുടെ വാക്കുകളാണെങ്കിലും ഇന്ന് രാത്രി അത് കേൾക്കുമ്പോൾ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ, ഉപവാസ പ്രാർത്ഥനയാണല്ലോ, അഭിഷേകത്തിന്റെ ആരാധനയുടെ ഒക്കെ ദൂതുകൾ നല്ലതാണെങ്കിലും നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ, ശുദ്ധീകരിക്കുവാൻ ഉപവാസ പ്രാർത്ഥനയുടെ സമയങ്ങൾ എടുക്കുന്നത് അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് നമ്മെ ശോധന ചെയ്യുന്ന ഒരു ദൈവം. ഇവിടെ ചില പുരുഷന്മാരുണ്ട്, ഇസ്രായേൽ പുരുഷന്മാരെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്നു. അവരെന്താ പറയുന്നത്? യഹോവ ഗുണമോ ദോഷമോ ചെയ്യുകയില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ആ മെന്റാലിറ്റിയിൽ ജീവിക്കുന്ന ചില ആൾക്കാരുണ്ട് അല്ലേ. ദൈവം എനിക്ക് ദോഷമൊന്നും ചെയ്തൊന്നുമില്ല, എന്നോട്ട് ഗുണോ ദൈവത്തെ കൊണ്ടില്ല എന്ന് ചിന്തിക്കുന്ന രീതിയിൽ ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോകും അല്ലെ. ഗുണമോ ദോഷമോ, ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിപ്പാൻ അവർ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ദൈവത്തിന് പ്രയാസം ഉണ്ടാക്കുന്നത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരു നിരീശ്വരവാദി സ്റ്റൈലിൽ ജീവിക്കുന്ന, ബന്ധക്കോസിനകത്തും ജീവിക്കുന്നവരുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിരീശ്വരവാദി സ്റ്റൈലിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ. ദൈവത്തോട് അധികം പ്രാർത്ഥിക്കുവാൻ താല്പര്യമില്ല, ദൈവത്തിൽ അധികം പ്രാപിപ്പാൻ താല്പര്യമില്ല, എന്നാൽ എന്റെ കാര്യങ്ങൾ പറഞ്ഞ് നടക്കുകയും ചെയ്യണം, ഗുണം ഉണ്ടാകരുത്, ദോഷം ഉണ്ടാകരുത് ചിന്തിക്കുന്ന ആൾക്കാരോടുള്ള, ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ ദൂതാണ്, ഞാൻ ആ പുരുഷന്മാരെ സന്ദർശിക്കും. 13-ാമത്തെ വാക്യം, അങ്ങനെ അവരുടെ സമ്പത്ത് കവർ ചെയ്യും, ശൂന്യമായി തീരും, അവർ വീട് പണിയും, പാർക്കയില്ലതാനും, മുന്തിരിത്തോട്ടം ഉണ്ടാക്കും, വീഞ്ഞു കുടിക്കയില്ലതാനും. നമ്മൾ എത്ര സമ്പത്ത് ഉണ്ടാക്കിയാലും എത്ര നന്മകൾ ഉണ്ടാക്കിയാലും അത് അനുഭവിക്കണമെങ്കിൽ ദൈവത്തിന്റെ കരുണ വേണം. ഒരു വീട് ഉണ്ടാക്കി പക്ഷെ അത് പാർക്കുവാൻ കഴിഞ്ഞില്ല. മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി പക്ഷെ വീഞ്ഞ് ആസ്വദിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ എത്ര നന്മകൾ ഉണ്ടായാലും സമ്പത്തുണ്ടായാലും അത് അനുഭവിക്കണമെങ്കിൽ, അത് പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം, ദൈവത്തിന്റെ ഒരു കരുണ വേണം. ഞാൻ ഓർക്കുന്നു, എൻ്റെ ചേട്ടൻ്റെ ഭവനം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 7 വർഷത്തോളമായെന്ന് ചിന്തിക്കുന്നു. ഞാൻ നാട്ടിൽ പോയ സമയത്ത് ചേട്ടനേക്കാൾ അധികം ഇൻട്രസ്റ്റ് എടുത്ത് ഭവനം ഉണ്ടാക്കിയത് ഞാനാണ്. അദ്ദേഹത്തിന് ഭവനം ഉണ്ടാക്കിയാലില്ലെങ്കിലും സന്തോഷം എന്നുള്ള രീതിയിൽ ജീവിച്ച ഒരാളാണ്. അപ്പോൾ ഞാനും അമ്മയുടെയും അപ്പയുടെ ഒക്കെ നിർബന്ധപ്രകാരം ഞാൻ നാട്ടിൽ നിന്ന സമയത്താണ് ഈ ഭവനത്തിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തത്. അപ്പോൾ ഞാൻ അവിടെയുള്ള ഒരു കോൺട്രാക്ടറെ കണ്ട് സംസാരിച്ചു. ഇനി പരിചയമില്ലാത്തൊരു കോൺട്രാക്ടർ കണ്ട് സംസാരിച്ച് ഭവനത്തിൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. വളരെ മിടുക്കനായിട്ടുള്ള മനുഷ്യൻ, വളരെ മിടുക്കനായിട്ടുള്ള ഓടി നടന്ന് പണി ചെയ്യുന്നതായിട്ടുള്ളൊരു മനുഷ്യൻ, നല്ല ബിസിനസ് ഉണ്ടായിരുന്നൊരു മനുഷ്യൻ.
ആ മനുഷ്യൻ ഞങ്ങളുടെ വീട് പണിയുടെ ഏകദേശം വാർപ്പ് വരെ ആയ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ വന്ന മമ്മിയുടെ ഒരു കപ്പ് കാപ്പി കുടിച്ചതിന് ശേഷം അദ്ദേഹം ആ വാർപ്പ് കെട്ടിടത്തിന്റെ മുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വെച്ച് അദ്ദേഹത്തിന് അറ്റാക്ക് ഉണ്ടാവുകയും ആ നിമിഷത്തിൽ തന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ വാർത്ത പുരയുടെ മുകളിൽ വെച്ച് അദ്ദേഹം മരിക്കുവാനായിട്ട് ഇടയായിരുന്നു. അപ്പോൾ മമ്മിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായി. മമ്മിയാണ് അവസാന നിമിഷങ്ങളിൽ അദ്ദേഹത്തെ കരങ്ങളിലെടുത്ത് അദ്ദേഹത്തിന് വെള്ളമൊക്കെ കൊടുത്ത് ലാസ്റ്റ് മൂമെന്റിൽ മമ്മിയായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഉണ്ടായിരുന്ന മനുഷ്യൻ ഇനിയും അനേക വീടുകൾ വെച്ചു കൊടുക്കാമെന്ന് ചിന്തിച്ചിരുന്ന മനുഷ്യൻ അല്ലേ, എത്ര നേരം വേണം അല്ലേ. എന്നാൽ ആ മനുഷ്യൻ ആ കട്ടൻ കാപ്പി കുടിച്ചതിന് ശേഷം ആ ഒരു നെടുവീർപ്പിട്ട ശേഷം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ എത്ര പേർ നമുക്ക് കാണാൻ കഴിയും. എല്ലാ സമ്പത്തും ഉണ്ടായിരുന്നു, അനുഗ്രഹവും ഉണ്ടായിരുന്നു. പക്ഷേ അനുഭവിപ്പാൻ കഴിയാതെ, അത് ആനന്ദിപ്പാൻ കഴിയാതെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. നമ്മൾ കാട്ടുതീയെ കുറിച്ച് കേട്ടു അല്ലെ, US കാട്ടുതീയെ കുറിച്ച് കേട്ടു. അപ്പോൾ ദൈവം തരുന്ന അല്ലെങ്കിൽ നന്മകൾ പാർത്ത വീട്ടിൽ താമസിക്കണമെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി അതിൽ നിന്ന് വീട് പിടിക്കണമെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകണം. നടാനും വീട് വെക്കാനും ഒക്കെ പറ്റും, നമ്മുടെ കഴിവുകൊണ്ടും നമ്മുടെ ഫിനാൻഷ്യൽ സെറ്റപ്പ് കൊണ്ടും ഒക്കെ നടക്കും. പക്ഷേ അത് താമസിക്കണമെന്ന് തീരുമാനിക്കുന്ന ആരാ? ദൈവമാണ്. ദൈവത്തിന്റെ കരുണ അതിനാവശ്യമാണ്. യഹോവയുടെ ക്രോധ ദിവസത്തിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിപ്പാൻ കഴിയില്ല. സമാനമായ ഒരു സംഭവം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എൻ്റെ ഒരു റിലേറ്റീവ് അബുദാബിയിൽ ഉണ്ടായിരുന്നു. ഒരു ഇലക്ട്രീഷ്യൻ ആയിട്ടാണ് അദ്ദേഹം ഈ UAE വന്നത്. ഏകദേശം 35 വർഷത്തോളം അദ്ദേഹം ഈ UAE ഉണ്ടായിരുന്നു. ഒരു ഇലക്ട്രീഷ്യൻ ആയിട്ട്, ഒരു സാധാരണക്കാരനായിട്ട്, ഒരു ബൾബിടുന്ന ജോലിക്ക് അല്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ പിടിച്ചിരിക്കുന്ന ജോലിക്ക് വളരെ കുറഞ്ഞ സാലറിയിൽ വന്നൊരു മനുഷ്യനാണ്. എന്നാൽ അദ്ദേഹം പടിപടിയായി ഉയർന്നു. അതിനുശേഷം സൂപ്പർവൈസറായി, മാനേജറായി, നല്ല പോസ്റ്റിലായി, വാഹനം ലഭിച്ചു, നാട്ടിൽ വീട് വെച്ചു, സമ്പത്തുണ്ടായി, കാർ മേടിച്ചു, എല്ലാം ഉണ്ടായി. എന്നാൽ അദ്ദേഹം എന്നോട് ഒരു ദിവസം ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, വിജി, ഞാൻ നിന്നോട് കാര്യം പറയാം. എല്ലാം ഞാൻ കൊറോണ വന്ന് മരിക്കാനായി റൂമിൽ കിടന്ന നിമിഷങ്ങളുണ്ട്. ഒരു മനുഷ്യനും എൻ്റെ അടുത്തില്ലാതെ. നിങ്ങൾക്കറിയാമല്ലോ കൊറോണയുടെ വലിയ ഭീതി ഈ രാജ്യത്തിലും ഉണ്ടായിരുന്നല്ലോ. കൊറോണ വന്നാൽ തനിക്ക് ആരോട് സംസാരിക്കുവാൻ കഴിയാതെ വളരെ ദയനീയമായ അവസ്ഥയിൽ കൂടെ പോയി. അദ്ദേഹം പെട്ടെന്ന് ചിന്തിച്ചു, എൻ്റെ കുടുംബത്തെ എനിക്ക് കാണാൻ പറ്റുമോ, നാട്ടിൽ പോകാൻ പറ്റുമോ, ഞാൻ ചമച്ച എൻ്റെ ഭവനത്തിൽ എനിക്ക് താമസിക്കാൻ പറ്റുമോ. ഒരു നിമിഷം കൊണ്ട് സകലതും അസ്തമിക്കാൻ പോകുന്ന ആ നിമിഷം അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു. അദ്ദേഹം ഇവിടുന്ന് പിന്നെ നാട്ടിൽ പോയപ്പോൾ നാട്ടിൽ സെറ്റിലാണ്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, എത്ര സമ്പത്തുണ്ടാക്കിയാലും എത്ര നന്മകൾ ഉണ്ടായിരുന്നാലും ആ പർട്ടിക്കുലർ ടൈമിൽ ഞാൻ ചിന്തിച്ചു, തനിക്ക് തൻ്റെ കുടുംബത്തെ നഷ്ടമാക്കി, ഭവനത്തെ നഷ്ടമാക്കി, താൻ സ്വരൂപിച്ചതെല്ലാം നഷ്ടമാക്കി, 10, 25, 30 വർഷം ഈ UAE അധ്വാനിച്ചതെല്ലാം നഷ്ടമാക്കി ഒരു സെക്കൻഡ് കൊണ്ട് താൻ മറന്നു പോകുമെന്ന് താൻ ചിന്തിച്ചു. താൻ ആ അനുഭവം തന്നെ മനസ്സിലുണ്ടായപ്പോൾ തനിക്ക് വളരെ വേദനയുണ്ടായി. താൻ ഇവിടുത്തെ ജോലി രാജിവെച്ച് താൻ നാട്ടിലേക്ക് പോയി. താൻ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ അദ്ദേഹം പറയാണ്, നമ്മൾ എത്ര ഉണ്ടാക്കിയാലും, പൊന്നുണ്ടാക്കിയാലും എന്താ, പൊന്നും വെള്ളിക്കും അവരെ രക്ഷിപ്പാൻ കഴിയാത്ത ഒരു സമയം വരും. ഇസ്രായേൽ ജനത്തെ കുറിച്ച് നാം കേട്ടായിരുന്നു. അവർ പൊന്നും വെള്ളിയിലും ആശ്രയിക്കരുത് എന്ന് നാം ഇസ്രായേൽ ജനത്തെ കുറിച്ച് പഠിച്ചത് നമ്മുടെ ഓർമ്മയിലുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. ശലോമോൻ പൊന്ന് വർദ്ധിപ്പിച്ചപ്പോൾ, വെള്ളി വർദ്ധിപ്പിച്ചപ്പോൾ അതിൽ ആശ്രയിക്കരുത്, ദൈവത്തിൽ ആശ്രയിക്കുവാൻ ദൈവം അവനോട് സംസാരിക്കുന്ന നമ്മൾ പഠിച്ചായിരുന്നു. അത് മാത്രമല്ല, പത്രോസ് അല്ലേ എന്താ പറയുന്നത്, ഞങ്ങൾക്ക് പൊന്നും വെള്ളിയും ഞങ്ങളുടെ കരത്തിലില്ല അല്ലെ, ഞങ്ങളെ നടത്തുന്ന ദൈവത്തിലാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരു നാമം ഞങ്ങളുടെ അകത്തുണ്ട്, സകല നാമത്തിനും മേലായ നാമം. ഈ 40 വർഷമായിരിക്കുന്ന ജന്മനാമുടന്തനായിരിക്കുന്ന മനുഷ്യനെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന ഒരു അഭിഷേകം, ഒരു നാമം ഞങ്ങളുടെ അകത്തുണ്ട്. ഞങ്ങൾക്ക് തരാൻ പൊന്നും വെള്ളിയും ഒന്നുമില്ല, പക്ഷേ അകത്ത് ഞങ്ങൾക്ക് ഒരു അഭിഷേകമുണ്ട്. അപ്പോൾ ഈ ജനത്തോട് ദൈവം സംസാരിക്കുന്നതാണ്, നിങ്ങളുടെ പൊന്ന് നിങ്ങളെ രക്ഷിക്കാത്ത കാലം ഉണ്ടാകും, വെള്ളി രക്ഷിക്കാത്ത കാലം ഉണ്ടാകും. ഒരു നിമിഷം കൊണ്ട് സകലതും ഇല്ലാതായി പോകുന്ന, അത് പ്രാണനായിക്കൊള്ളട്ടെ, ബാങ്ക് ബാലൻസ് ആയിക്കൊള്ളട്ടെ, ജോലി ആയിക്കൊള്ളട്ടെ, ഒരു നിമിഷം കൊണ്ട് സകലതും അസ്തമിക്കാവുന്ന ഒരു ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം പറയാ, എല്ലാം ശീഘ്ര സംഹാരം വരുത്തി നശിപ്പിക്കുവാൻ, എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുവാൻ, ഹല്ലേലൂയ, ഇടയായിത്തീരും. ഈ ജനത്തോട് കർത്താവിന്റെ അരുളപ്പാട് പ്രവാചകനിൽ കൂടെ സംഭവിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, നഷ്ടപ്പെടും എന്നുള്ള ദൂത് അവർക്ക് കൊടുക്കുകയാണ്. അവരുടെ മാനുഷികമായ ക്രമീകരണങ്ങളൊന്നും അവരെ രക്ഷിക്കത്തില്ല എന്നുള്ള ദൂതാണ് 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നത്. 2-ാം അധ്യായത്തിലേക്ക് വേഗത്തിൽ ഓടി വരാം. 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ സകല സൗമ്യന്മാരുമായുള്ളവരെ ന്യായം പ്രവർത്തി
സൗമ്യതയുള്ളവരെ ദൈവം അന്വേഷിക്കുന്നു. ഭൂമിയിലേക്ക് സൗമ്യതയുള്ള ഒരു മനുഷ്യൻ ആരായിരുന്നു? മോശ അല്ലേ? മോശ കോപിച്ച മനുഷ്യനാണ് അല്ലേ? പാറയെ വടി കൊണ്ട് അടിച്ച മനുഷ്യനാണ്. പക്ഷെ എന്നാലും ദൈവം എഴുതി വെച്ചിരിക്കുക ഭൂമിയിലേക്ക് സൗമ്യതയുള്ള മനുഷ്യൻ മോശയായിരുന്നു. അപ്പൊ സൗമ്യതയുള്ളവരെ ദൈവം അവനെ അന്വേഷിപ്പിൻ, നീതി അന്വേഷിപ്പിൻ, സൗമ്യത അന്വേഷിപ്പിൻ, കോപദിവസത്തിൽ മറഞ്ഞിരിക്കാം. Praise the Lord. Hallelujah. ഇനി ഒരു കാട്ടുതീ വന്നാലും, ഒരു സുനാമി ഉണ്ടായാലും, ഒരു ഭൂകമ്പം ഉണ്ടായാലും, ഹല്ലേലൂയ, പർവ്വതങ്ങൾ സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും, പർവ്വതങ്ങൾ മുങ്ങിപ്പോയാലും നാം ഭയപ്പെടത്തില്ല. എങ്ങനെയുള്ളവരായിരിക്കണം? യഹോവയിൽ മറയുവാൻ ആഗ്രഹിക്കുന്നവർ, നീതി അന്വേഷിക്കുന്നവർക്ക്, സൗമ്യത അന്വേഷിക്കുന്നവർക്ക് യഹോവ അവനെ എന്ത് ചെയ്യും? കോപ ദിവസത്തിൽ മറഞ്ഞിരിക്കും. US കാട്ടുതീയുടെ ചില കാര്യങ്ങൾ നിങ്ങൾ കേട്ടെന്ന് വിചാരിക്കും. ഒരു സെന്ററിലുള്ള ഒരു വീട് മാത്രം കത്താതെ ചുറ്റുപാടുകൾ മുഴുവൻ കത്തിപ്പോയ ഒരാള് സാക്ഷ്യം പറയുന്നത് നിങ്ങൾ വീഡിയോയ്ക്കകത്ത് കണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. അദ്ദേഹം പറയാം ആ ഏരിയയിലുള്ള മുഴുവൻ വീടുകളും കത്തിപ്പോയി. അദ്ദേഹത്തിന്റെ വീട് മാത്രം കത്താതെ പ്രൊട്ടക്റ്റഡ് ആയി, അദ്ദേഹത്തിന് അത്ഭുതമായി പോയി. എല്ലാ ചുറ്റുപാടുകളും കത്തിപ്പോയപ്പോഴും അദ്ദേഹത്തിന്റെ വീട് മാത്രം കത്തിയില്ല. ഹല്ലേലൂയ. അപ്പോൾ കോപ ദിവസത്തിൽ നമ്മെ മറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. മറയ്ക്കണമെന്ന് നമ്മൾ എന്ത് ചെയ്യണം? നീതി ഉള്ളവരായിരിക്കണം, സൗമ്യത ഉള്ളവരായിരിക്കണം, ദൈവത്തെ അന്വേഷിക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് ഇവിടെ സമന്യാപ്രവാചകൻ പറയുകയാണ്, കോപ ദിവസത്തിൽ നമ്മെ മറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. അപകടങ്ങളിൽ നിന്ന് നമ്മെ മറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. പകർച്ചവ്യാധികളിൽ നമ്മെ മറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. കൊറോണയിൽ നിന്ന് നമ്മെ മറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. അനേകർക്ക് ജോലി നഷ്ടപ്പെടുമ്പോൾ നമ്മെ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവമുണ്ട്. അനേകർക്ക് ബിസിനസ് ഇല്ലാതാകുമ്പോൾ നമ്മെ സംരക്ഷിക്കുന്ന ദൈവമുണ്ട്. വിശ്വാസമില്ല നിങ്ങൾക്ക്? ഹല്ലേലൂയ. മറയ്ക്കുന്ന ഒരു ദൈവം. സബന്യാ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ മറവ്, മറയ്ക്കുന്ന, സംരക്ഷിക്കുന്ന ഒരു ദൈവം എന്ന് കാണാൻ കഴിയും. എന്നാൽ നമുക്ക് നീതിമാന്മാരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നവരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മുടെ സ്വന്തം നീതിയിൽ നാം ആഗ്രഹിക്കരുത്, അല്ലെങ്കിൽ ആശ്രയിക്കരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ലൂക്കോസ് വിശേഷം 18-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ 2 പ്രാർത്ഥനകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നീതി എന്നുള്ള വിഷയം വന്നതുകൊണ്ട് അതൊന്ന് തൊട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. 2 പ്രാർത്ഥിക്കുന്ന 2 വ്യക്തികളെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ലൂക്കോസ് വിശേഷം 18-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. ആ വാക്യം, ആ പദം തുടങ്ങുന്നത്, ആ ഉപമ തുടങ്ങുന്നത് എന്താ? ഒരു ഉപമയാണത്. കർത്താവ് പറഞ്ഞ ഉപമ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാ? മറ്റുള്ളവരെ ധിക്കരിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ, നമുക്കുണ്ടെങ്കിൽ, മറ്റുള്ളവരെ ധിക്കരിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതിന്റെ മുമ്പത്തെ വാക്യമാണ് എഴുതിയിരിക്കുന്നത്, നീതിമാന്മാര് നമ്മുടെ അകത്തൊരു ചിന്ത ഉള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ നീതിമാന്മാരാണ് എന്ന് നമ്മുടെ അകത്തൊരു ചിന്തയുണ്ടെങ്കിൽ, ദൈവമാണ് നീതീകരിക്കുന്നവൻ, ദൈവമാണ് വിശുദ്ധീകരിക്കുന്നവൻ, നമ്മൾ വലിയ നീതിമാനാണ് നമ്മുടെ അകത്തൊരു ചിന്ത ഉണ്ടെങ്കിൽ എന്തൊരു ചിന്ത ഉണ്ടാകാൻ നമുക്ക് സ്വാഭാവികമായിട്ടും ധിക്കരിക്കാനുള്ള ചിന്ത ഉണ്ടാകും. അങ്ങനെയുള്ളവരെ കുറിച്ച് കർത്താവ് പറയാണ്, 2 മനുഷ്യർ പോയി, ഒരുത്തൻ പരീശൻ, മറ്റൊരുവൻ ചുങ്കക്കാരൻ. പരീക്ഷൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷ മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായിക്കാവും. ഇതൊരു ഉപമയാണ്. എങ്കിലും അതിനകത്ത് അദ്ദേഹം പറഞ്ഞ വാക്ക് നമ്മെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം അല്ലേ. ഒന്ന്, അദ്ദേഹം വെളിയിലുള്ള കാര്യം ആൾക്കാരെ കുറിച്ച് പറയാം. പിടിച്ചുപറിക്കാരുണ്ട്, നീതികെട്ടവരുണ്ട്, വ്യഭിചാരികളുണ്ട്, അങ്ങനെയുള്ളവരെ പോലെ ഒന്നും അല്ല ഞാൻ അല്ലേ. എന്നിട്ട് ഈ പുള്ളി അങ്ങനെ പറഞ്ഞ പ്രാർത്ഥിച്ചാലും വേണ്ടിയില്ല, തൊട്ടടുത്ത് നിൽക്കുന്ന പുള്ളിയെ ഒന്ന് കയ്യിൽ കൊണ്ടിക്കൊണ്ട് പറയാണ്, ഈ ചുങ്കക്കാരനെ പോലെയോ ഞാനല്ലായാൽ നിന്നെ വാഴ്ത്തുന്നു. അപ്പോൾ ഏറ്റവും ദൈവം വെറുക്കുന്ന ഒരു കാര്യമാണ് കമ്പയർ ചെയ്യുക എന്നുള്ളത് അല്ലെ. മറ്റൊരാളുമായിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ കമ്പയർ ചെയ്യാൻ പാടില്ല. നല്ലതായിട്ട് ആരാധിക്കുന്നവരുണ്ടായിരിക്കും, ആരാധിക്കാത്തവരുണ്ടായിരിക്കും. നല്ലതായിട്ട് പാട്ട് പാടുന്നവരുണ്ടാകും, പാട്ട് പാടാത്തവരുണ്ടായിരിക്കും. നല്ലതായിട്ട് പ്രസംഗിക്കുന്നവരുണ്ടായിരിക്കും, പ്രസംഗിക്കാത്തവരുണ്ടായിരിക്കും. മറ്റുള്ളവരെ നമ്മളുമായി കമ്പയർ ചെയ്യാൻ പാടില്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമുക്ക് നീതിമാന്മാരായി നമ്മൾ തോന്നരുത്, മറ്റുള്ളവരെ ധിക്കരിക്കരുത്, മറ്റുള്ളവരെ ശ്രേഷ്ഠതയോടെ, മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠത നമുക്ക് കാണണം അല്ലെ. അങ്ങനെയാണ് ദൈവത്തെ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ പറയാം, ഈ മനുഷ്യനെ പോലെയല്ല അല്ലെ. നമ്മുടെ അകത്ത് നമ്മൾ ആരാധിക്കുമ്പോൾ അല്ലെ ഒരു ചിന്ത ഉണ്ടാകാൻ പാടില്ല. നമ്മള് എൻ്റെ അടുത്തിരിക്കുന്നവൾ ആരാധിക്കുന്നില്ലെന്ന് പറഞ്ഞു, ഞാൻ തന്നെ ശക്തമായിട്ട് ആരാധിക്കുന്നു അല്ലെ, ഞാൻ തന്നെ അന്യഭാഷ പറയുന്നു, എൻ്റെ അപ്പുറത്തിരിക്കുന്നവരാണ് ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടാകരുത് എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ പറയുകയാണ്, ഇവനെ
മനുഷ്യനത് പറയേണ്ട കാര്യമുണ്ടോ? ഈ മനുഷ്യൻ അവന്റെ കാര്യം പറഞ്ഞിട്ട് പോയാൽ പോരെ. ഇനി വെളിയിലുള്ള വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാലും തൊട്ടടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ലായക കൊണ്ട് ഞാൻ അതിനെ വായിച്ചു. ഇനി ഈ പുള്ളി ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ദൈവത്തിന്റെ സന്നിധിയിൽ പറയുക. ഞാൻ എന്ത് ചെയ്യാം? ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നവർ ഒന്ന് കൈ ഉയർത്തുക. ആഴ്ചയിൽ 2 വട്ടം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവർ ആരുമില്ല. നമ്മളാരും ചെയ്യത്തില്ലല്ലേ? നമ്മളെക്കാളും വെടിപ്പുള്ള മനുഷ്യനായിരിക്കും മനുഷ്യൻ. വായിച്ചോട്ടെ. നേടുന്നതിനൊക്കെയും പ്രധാനം കൊടുക്കുന്നു, സകലത്തിലും 10% അല്ലേ പ്രധാനം കൊടുക്കുന്നവൻ. പിന്നെ ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് പുള്ളിക്ക് പ്രധാനം കൊടുക്കാനുമില്ല അല്ലേ, പിന്നെന്ത് ചെയ്യാനുമില്ല, ഉപവസിക്കാനുണ്ട്, സമയമെടുക്കത്തില്ല അല്ലേ. എന്താ? സ്വർഗത്തിലേക്ക് നോക്കുവാൻ കരുണയുണ്ടാകണമേ. ഈ ചുങ്കക്കാരൻ ഈ പരീശന്റെ പ്രാർത്ഥനയ്ക്ക് റെസ്പോണ്ട് ചെയ്യുന്നത് നമുക്ക് കാണുന്നില്ല. കർത്താവേ, അവൻ എന്നെ കളിയാക്കി അല്ലേ, അവൻ എന്റെ പേര് പറഞ്ഞാ പ്രാർത്ഥിച്ച് അങ്ങനെ പറഞ്ഞപ്പോഴേ ഇല്ല, അവന്റെ കാര്യങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞില്ല. ഞാൻ എന്നിലേക്ക് ഞാൻ തിരിഞ്ഞു, സ്വർഗത്തിലേക്ക് നോക്കുവാൻ കഴിയാതെ മാറത്തടിച്ച് പാപിയാ എന്നോട് നാം നമ്മിലേക്ക് നോക്കണം. മുദ്രവേശയ്ക്ക് മുമ്പ് നമ്മൾ പറയാറുണ്ട് അല്ലേ, തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുവാൻ അല്ലേ. നമ്മൾ തന്നെ ശോധന ചെയ്യണം. മറ്റുള്ളവരെ വിധിക്കരുത് അല്ലേ. വിധിക്കുന്നതിനെ കുറിച്ച് എന്താ പറയുന്നുണ്ട്? നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കരുത്, ആ വിധിയാൽ നിങ്ങളെയും വിധിക്കും. അപ്പോൾ തന്നെത്താൻ ശോധന ചെയ്യുക, നമ്മളിലേക്ക് നോക്കുക. നമുക്കെവിടെ ക്ലാരിറ്റി വരാനുണ്ട്, നമുക്കിവിടെ ബലപ്പെടാനുണ്ട്, നമുക്കിവിടെ ചിലത് ജീവിതത്തിൽ നിന്ന് മാറ്റാനുണ്ട്. തന്നിലേക്ക് നോക്കി അവൻ പറയുകയാണ്, മാറത്തടിച്ചുകൊണ്ട് എന്നോട് കരുണയുണ്ടാകണേ. എന്താ അതിന്റെ ഫലം? റിസൾട്ട് അവിടെ എഴുതിയിരിക്കുന്നു. അവൻ നീതീകരിക്കപ്പെട്ടവനായ വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. നിങ്ങൾക്ക് ഉയരണമെന്നുണ്ടെങ്കിൽ ഉയരണം, എല്ലാ രീതിയിലും ഉയരണം. ഇനി കമ്പനിയിലാണെങ്കിൽ ഉയരണം, അല്ല ജോലി സ്ഥലത്ത് ആണെങ്കിൽ ഉയരണം, അല്ലെങ്കിൽ സഭയിൽ ഉയരണം, അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിൽ ഉയരണം. ഉയരണമെന്ന് ആഗ്രഹമുള്ളവർ ഒരു കാര്യം ചെയ്യണം. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. അതിന്റെ മൂലവാക്യം തന്നെത്താൻ ഉയർത്തുന്നവരെല്ലാം താഴ്ത്തപ്പെടും. അപ്പൊ ഉയരണമെന്ന് നമ്മുടെ അകത്ത് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ, ആത്മീയമായി ഭൗതികമായി എല്ലാ മേഖലകളും ഉയരണം ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? സൗമ്യതയുള്ളവരായി തന്നെത്താൻ താഴ്ത്തുന്നവരായി തീരണം. പ്രൈസ് ലോർഡ്. ഈ ദൂത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് കൈവരിച്ചേ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. എലിയാവിന്റെ സംസാരിക്കണോ? കാക്ക ചുഴലിക്കാറ്റ്. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. അപ്പൊ നമ്മിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ തന്നെ താഴ്ത്താനുള്ള ദൂതാണ്. സെഫന്യാവും അതേ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കണം, സൗമ്യതയുള്ളവരാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ കോപ ദിവസത്തിൽ അവൻ നമ്മെ മറയ്ക്കും. 1-2 ഭാഗം കൂടെ ചിന്തിക്കാനുള്ള സമയമേ ഉള്ളൂ. അതിലെ എല്ലാ അധ്യായങ്ങളും ചിന്തിക്കണം എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് ഒന്നുകൂടി വരാം. 3-ാം അധ്യായത്തിൽ 9 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. അപ്പോൾ സകല ജാതികളും യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ഏക മനസ്സോടെ അവനെ സേവിക്കേണ്ടത് ഞാൻ അവർക്ക് നിർമ്മലമായുള്ള അധരങ്ങളെ വരുത്തും. നിർമ്മലമായുള്ള അധരങ്ങളെ വരുത്തുമെന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. കർത്താവ് തരും നിർമ്മലമായുള്ള അധരങ്ങൾ അല്ലേ. യെശയ്യാ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നമുക്കറിയാം. 6-ാം അധ്യായം അല്ലേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം. ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള മനുഷ്യൻ സമ്മതിക്കുകയാണ്, എനിക്ക് അശുദ്ധി നിറഞ്ഞ അധരമാണ്. അപ്പോൾ ഈ ദൂത് ശ്രദ്ധിക്കുക, നിങ്ങൾ അധരങ്ങളെ ദൈവം വരുത്തും. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ കർത്താവിന്റെ ശിഷ്യന്മാർ ദൈവത്തെ ആരാധിച്ചപ്പോൾ അവരുടെ അധരങ്ങളെയാണ് ദൈവം ആദ്യം ശുദ്ധീകരിച്ചത്. അഗ്നിജാല പോലെ പുലർന്ന നാവുകളാണ് അല്ലേ അവർക്ക് വ്യത്യസ്തമായി. അവരിൽ കൂടെ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നെങ്കിൽ അവരുടെ അധരങ്ങളിൽ കൂടാണ് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ നിഴലിൽ കൂടെ ദൈവം ചെയ്തു, അവരുടെ വസ്ത്രത്തിൽ കൂടെ ദൈവം അനുഭവം ചെയ്തു. എന്നാൽ ഏറ്റവും കൂടുതൽ ദൈവപ്രവൃത്തി നടന്നത് അവരുടെ പ്രസംഗത്തിൽ കൂടെ, അധരങ്ങളിൽ കൂടെ. അന്യഭാഷകളാൽ അവരെ ദൈവം നിറച്ചു. അധരങ്ങൾ കൊണ്ട് അവർ ശുശ്രൂഷിച്ചു, പ്രസംഗിച്ചു. അപ്പോൾ പുതിയ അധരങ്ങളെ വരുത്തുന്ന ഒരു ദൈവം അല്ലേ, അധരങ്ങളെ ശുദ്ധീകരിക്കുന്ന ഒരു ദൈവം. നാം എത്ര അധരങ്ങളെ ശുദ്ധീകരിച്ചാലും നമുക്കൊന്ന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അല്ലേ, നമ്മുടെ വീട്ടിലോട്ടൊക്കെ വന്ന്
നമ്മളെ ഇവിടെ യേശു ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അധരങ്ങളുടെ അവസ്ഥ സത്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. എന്താ റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അപ്പോൾ നമ്മുടെ അധരങ്ങളെ ശുദ്ധീകരിക്കുന്നത്, നല്ല അധരങ്ങളെ, ശുദ്ധിയുള്ള അധരങ്ങളെ, തീയുള്ള അധരങ്ങളെ ദൈവമാണ് നമുക്ക് നൽകുന്നത്. ഇവർക്ക് അധരങ്ങളെ വരുത്തുന്ന ഒരു ദൈവം. സിയോൻ പുത്രിയെ ഘോഷിച്ചാനന്ദിക്കാം. 14-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ഇസ്രായേലിനെ ഘോഷിച്ചാനന്ദിക്കാം, ഇസ്രായേലിനെ ആർപ്പിടുക, യെരൂശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടെ സന്ദർശിച്ചുല്ലസിക്കാം. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. ഇനി നീ അനർത്ഥം ഇതൊക്കെ ഒന്ന് വിശദീകരിക്കണമെന്നുണ്ട്, സമയം കഴിഞ്ഞു പോയി. യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു, ഇനി നീ അനർത്ഥം കാണുകയില്ല. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ആ വാക്യം എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ 1-2 വാക്കുകളും പറഞ്ഞ് ആരാധിക്കാൻ പോവുകയാണ്, ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ്. എന്ന് ശ്രദ്ധിക്കുക. നിന്റെ ശത്രുവിനെ ദൈവം നീക്കിക്കളയും അല്ലേ? മടങ്ങി വന്നാൽ നിന്റെ ശത്രുവിനെ ദൈവം നീക്കിക്കളയും. 2, യഹോവ നിന്റെ മധ്യേ ഇരിക്കും, നീ അനർത്ഥം കാണുകയില്ല. 17-ാമത്തെ വാക്യം, ഹല്ലേലൂയ. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യഹോവ രക്ഷിക്കുന്ന വീരനായി എന്റെ മധ്യേ ഇരിക്കുന്നു, അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു, ഘോഷത്തോടെ അവൻ നിന്നിൽ ആനന്ദിക്കും. ലജ്ജാമാനം വഹിച്ചുകളായ നിനക്കുള്ളവരായി. 19-ാമത്തെ വാക്യം 19-20 കൂടെ വായിച്ചാൽ പ്രാർത്ഥിക്കും. ഞാൻ ആ കാലത്ത് ഇടപെടും, ഉടനെ നടക്കുന്നതിനെ ഞാൻ. ഇത് ഇസ്രായേൽ ജനത്തോടുള്ള ഭാവി കാലത്തിൽ വെളിപ്പെടാൻ പോകുന്ന പ്രവചന ശബ്ദമാണ്. മഹാപീഡന കാലത്ത്, മഹോദരവ കാലത്ത് ഇസ്രായേൽ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അവരോടുള്ള ദൈവത്തിന്റെ ആലോചന സെഫന്യാ പ്രവാചകൻ എഴുതി വച്ചിരിക്കുകയാണ്. നിന്നെ ക്ലേശിപ്പിക്കുന്ന ഏവരോടും ഞാൻ ആ കാലത്ത് ഇടപെടും, മുടങ്ങി നടക്കുന്നതിനെ ഞാൻ രക്ഷിക്കും. ചിതറിപ്പോയ ഒരു ജനമാണ് ഇസ്രായേൽ ജനം, ചിതറിപ്പോയതിനെ ഞാൻ ശേഖരിക്കും. സർവ്വഭൂമിയിലും അവർ ചിതറിപ്പോയി, മട്ടാഞ്ചേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവർ ചിതറിപ്പോയി, അവരെ ദൈവം ശേഖരിക്കും. ഇത് ഇസ്രായേലിനോടുള്ളതാണ്. അവർ മഹോദരവ കാലത്ത് ദൈവത്തെ അന്വേഷിക്കുമ്പോൾ, അവർക്കൊരു മടങ്ങി വരവ് ദൈവം നൽകുമ്പോൾ ചിതറിപ്പോയവരെ അവർ കൊണ്ടുവരും. ലജ്ജ നേരിട്ടവരെ പ്രശംസയും കീർത്തിയുമാക്കി തീർക്കും. 20-ാമത്തെ വാക്യം, ആ കാലത്ത് ഞാൻ നിങ്ങളെ വരുത്തുകയും ആ കാലത്ത് നിങ്ങളെ ശേഖരിക്കുകയും ചെയ്യും. നിങ്ങൾക്കാകെ ഞാൻ നിങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ ഞാൻ നിങ്ങളെ ഭൂമിയിലെ സകല ജാതികളുടെയും ഇസ്രായേലോടുള്ള ദൂത് പുതിയ നിയമ ഇസ്രായേലായി നമുക്ക് ഏറ്റെടുക്കാം. നമ്മെ പ്രശംസയാക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ കീർത്തിയാക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ മധ്യേ വസിക്കുന്ന ഒരു ദൈവമുണ്ട്. വീരനായി നമ്മൾ വസിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. രക്ഷിക്കുന്ന വീരനായി നമ്മുടെ മധ്യേ ഇരിക്കുന്ന ദൈവം. എന്ത് ചെയ്താൽ മതി? മടങ്ങി വന്നാൽ മതി. ഒരു ഭാഗം കൂടെ വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ നമുക്കറിയാവുന്ന ഒരു കഥയുണ്ട് അല്ലേ? 2 മക്കളുണ്ടായിരുന്നു. അതിലൊരു മകൻ എന്ത് ചെയ്യുന്നു? മടങ്ങി വന്ന മകൻ, മുടിയനായ ഉത്തരം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ മടങ്ങി വന്ന മകൻ അല്ലേ? ആ 15-28 മുതൽ 32 വരെയുള്ള വാക്കുകൾ ഓടിച്ചൊന്ന് വായിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവൻ കോപിച്ചു, മനസ്സിലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ അവനോട്, ഞാൻ ഇത്ര കാലമായി, മൂത്ത മകന്റെ ഡയലോഗ് മാത്രം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പറയാം. ഞാൻ ഇത്ര കാലമായി നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എന്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്കൊരു ആട്ടിൻകുട്ടി. ഈ മനുഷ്യൻ നോക്കിയപ്പോൾ ഈ മടങ്ങി വന്ന മകൻ എന്ത് ചെയ്തു? പെട്ടെന്ന് കയ്യിൽ മോതിരം ഇട്ട് കൊടുക്കുന്നു, പുതപ്പണിയിക്കുന്നു. പെട്ടെന്ന് അല്ലേ ഒരു കാളയറുത്ത് ആനന്ദിക്കാൻ പറയുന്നു, വീടടക്കം ആനന്ദിക്കാൻ പറയുക. അപ്പോൾ ഈ മൂത്ത മകൻ വയലിൽ നിന്ന് കയറി വന്നപ്പോൾ ചോദിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. നിനക്ക് എനിക്കൊരു ആടിനെ തരാന് മനസ്സില്ലായിരുന്നു അല്ലേ? എന്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്ക് ഒരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. വേശ്യമാരോടുകൂടെ നിന്റെ മുതൽ തിന്ന് കളഞ്ഞ നിന്റെ മകൻ വന്നപ്പോഴോ തടിപ്പിച്ച കാളക്കുട്ടിയെ അതിന് അവൻ അവനോട്, മകനെ നീ എപ്പോഴും എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു. നിനക്ക് എനിക്കുള്ളതെല്ലാം നിന്റേതായിരുന്നു, നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നവരായിരുന്നു. ഒരു കാളക്കുട്ടിയെ എടുത്ത് അറുത്ത് ആനന്ദിച്ചാൽ ഞാൻ വല്ലതും പറയുമായിരുന്നു? ഒന്നും പറയത്തില്ല. കാരണം നീ ഇവിടുത്തെ പയ്യനാണ് അല്ലേ? നീ എന്നോട് കൂടെ ഫുൾ ടൈം ആയിരിക്കുന്നത്. നിനക്ക് ആനന്ദിക്കേണ്ടതിന് എപ്പോ വേണേലും ഒരു കാളക്കുട്ടി എടുത്ത് നിനക്ക് അറക്കാമായിരുന്നു. പക്ഷെ നീ അത് ചെയ്തില്ല. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു. മതി, വീണ്ടും ജീവിച്ചു. ആ പദത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഈ മനുഷ്യൻ, 2-ാമത്തെ മകൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, അവൻ മടങ്ങി വന്നു അല്ലേ? എന്നാൽ 1-ാമത്തെ മകൻ പിതാവിന്റെ കൂടെ ആയിരുന്നു.
പക്ഷെങ്കിൽ പിതാവിന്റെ ഭവനത്തിലുള്ള അനുഭവങ്ങളെ റിസീവ് ചെയ്യുവാൻ അവന് കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് മടങ്ങി വരുന്ന മകനാണ് കൂടുതൽ സന്തോഷം ലഭിക്കുന്നത്, അല്ലെങ്കിൽ അവനെയാണ് കെയർ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ലേ നമ്മൾ ആരാധിക്കുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ ഇവിടെ തന്നെ മൂത്ത മോൻ്റെ കൂട്ട് നമ്മൾ ഈ ഭവനത്തിൽ തന്നെ. പക്ഷെ ഇതിനകത്ത് നന്മകൾ പ്രാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, പിതാവിനോടുള്ള മാറ്റമില്ലാത്ത സ്നേഹമില്ലെങ്കിൽ, പിതാവിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, ആത്മികമായ അനുഗ്രഹങ്ങൾ റിസീവ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, നമ്മൾ ആ മടങ്ങി വന്ന മകനേക്കാൾ പ്രയോജനമില്ലാത്ത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമുക്ക് തരുന്ന ആത്മിക അനുഗ്രഹങ്ങളെ നാം ആരാധനയിലായിരിക്കുമ്പോൾ, സഭയിലായിരിക്കുമ്പോൾ അത് റിസീവ് ചെയ്യാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. സമയത്ത് നമ്മൾ വരുന്നു, പോകുന്നു, ആരാധിക്കുന്നു എന്നതിനേക്കാൾ ഉപരി, ഹല്ലേലൂയ, മൂത്ത മോനെ പോലെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുന്നു എന്നതിനേക്കാൾ ഉപരി അകത്ത് പിതാവിനോടൊരു സ്നേഹം ഉണ്ടായിരിക്കണം. അവന് സുബോധം വന്നപ്പോൾ ചിന്തിക്കുകയാണ്, ഹല്ലേലൂയ, എന്റെ ഭവനത്തിലേക്ക് ഞാൻ മടങ്ങിച്ചെല്ലും, എന്റെ പിതാവിന്റെ അടുത്തേക്ക് ഞാൻ മടങ്ങിച്ചെല്ലും, എന്റെ കുറ്റം, എന്റെ കുറവുകൾ, എന്റെ ബലഹീനതകൾ, എന്റെ പരാജയങ്ങൾ ഞാൻ അവന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കും. ഹല്ലേലൂയ. സ്വർഗത്തോട് നിന്നോട് ഞാൻ പാപം ചെയ്തെന്ന് അവൻ പറയുമെന്ന് തീരുമാനിച്ച് പിതാവിന്റെ അടുക്കിലേക്ക് മടങ്ങി വരികയാണ്. നമ്മൾ ഇതിനകത്ത് നിൽക്കുന്നു, ഒരു മടങ്ങി വരവ് നമുക്കില്ലെങ്കിലോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മുത്തമകനെ, ഹല്ലേലൂയ, നീ അകത്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നീ പിതാവിന്റെ ഭവനത്തിലാണ്. പക്ഷെ നിന്റെ അകത്ത് ഒരു മാനസാന്തരമില്ല, ഒരു മടങ്ങി വരവുമില്ല. പിതാവിന്റെ ഹല്ലേലൂയ അനുഭവങ്ങളെ റിസീവ് ചെയ്യാനുള്ള ആഗ്രഹം നിന്റെ അകത്തില്ലെങ്കിൽ, ഹല്ലേലൂയ, എന്താണ് ഹല്ലേലൂയ ഇതിനകത്തായിരിക്കുന്നതുകൊണ്ട് നിനക്ക് പ്രയോജനം? ഹല്ലേലൂയ, ഇന്ന് രാത്രി ദൈവങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ച് ഏൽപ്പിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ ഓടിച്ചു പോവുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചിന്തിക്കാനുണ്ടായിരുന്നതെങ്കിലും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ചു പോവുകയാണ്. ഇന്ന് രാത്രി ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിനത്തിൽ പരിശുദ്ധാത്മാവ് ശാന്തമായി ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു. ഹല്ലേലൂയ. വ്യക്തിപരമായ ദൈവത്തുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ ആരാധനയിൽ, നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ ഉപവാസത്തിൽ വ്യക്തിപരമായ ഒരു കണക്ഷൻ ദൈവവുമായിട്ടുണ്ടോ? ആത്മികമായ ചിലത്, കാളക്കുട്ടിയെന്ന് അവിടെ എഴുതിയിരിക്കുന്നത് ഭവനത്തിലുള്ള ചില അനുഗ്രഹങ്ങളാണ്. ആത്മികമായ ചില അനുഗ്രഹങ്ങൾ പ്രാപിക്കാനുള്ള മനസ്സ് ഇതിനകത്ത് നിനക്കുണ്ടോ? പ്രവചിക്കാനുള്ള ആഗ്രഹം, ഹല്ലേലൂയ, അന്യഭാഷയിൽ നിറയാനുള്ള ആഗ്രഹം, വചനം വായിക്കാനുള്ള ആഗ്രഹം, പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം, ദൈവത്തോട് അടുത്ത് മുന്നേറാനുള്ള ആഗ്രഹം നിന്റെ അകത്ത് വാസ്തവമായി ഉണ്ടോ? ഹല്ലേലൂയ. സൗമ്യത അന്വേഷിക്കുന്നവരാണോ? അതോ നാം നമ്മുടെ രീതി നമ്മിലേക്ക് തന്നെ നോക്കി, ഹല്ലേലൂയ, മറ്റുള്ളവരെ വിധിക്കുന്നവരായി നമ്മിലേക്ക് നോക്കി, ഹല്ലേലൂയ, ഹല്ലേലൂയ, നാം വലിയ കഴിവുള്ളവരെന്ന രീതിയിൽ നാം ചിന്തിക്കുന്നവരാണോ? അങ്ങനെ ഒരു തകർന്ന മനസ്സ് ഇന്ന് രാത്രി നമുക്ക് ആവശ്യമാണെന്ന് കർത്താവിനോട് സംസാരിക്കുകയാണ്. ഇസ്രായേലിനോട് സുകന്യാപ്രവാചകൻ അറിയിച്ചത് ഇതാണ്: നിങ്ങൾ മടങ്ങി വന്നാൽ രക്ഷിക്കുന്ന വീരനായി, ഹല്ലേലൂയ, അനർത്ഥം കാണാതെ വണ്ണം, ഹല്ലേലൂയ, രക്ഷിക്കുന്ന വീരനായി അവൻ നിങ്ങളുടെ മധ്യേ വ്യാപരിക്കും, അവൻ നിങ്ങളെ മറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാത്രി ദൈവത്തിന്റെ ഒരു മറവ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആവശ്യമാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സമർപ്പിച്ചാണ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ എനിക്ക് ദൈവത്തിന്റെ ഒരു മറവ് ആവശ്യമാണ്. ശത്രുവിനെ തൊടാതെ, രോഗം എന്നെ സ്പർശിക്കാതെ, അപകടങ്ങൾ എനിക്ക് ഉണ്ടാകാതെ, അനർത്ഥങ്ങൾ എനിക്ക് വ്യസനമായി തീരാതെ എന്നെ സംരക്ഷിക്കുന്ന പ്രൊട്ടക്ഷൻ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് എനിക്ക് കടന്നു വരണം. ഉപവാസ പ്രാർത്ഥനയായിരിക്കും അതിന് മുഖാന്തരമായി തീരണം. എന്റെ ജീവിതത്തിലെ കുറവുകൾ ഉണ്ടെങ്കിൽ, ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നുപോയ മേഖലകൾ ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി എനിക്കൊന്ന് മടങ്ങി വരണം. ഈ ഭവനത്തിനകത്ത്, ഈ ആത്മീയ അന്തരീക്ഷത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രാപിക്കണം. ഹല്ലേലൂയ. അത് വചനമാണെങ്കിൽ, അത് വെളിപ്പാടാണെങ്കിൽ, അത് മാനവമാണെങ്കിൽ, അത് ദൈവത്തിന്റെ ആലോചനകളാണെങ്കിൽ എനിക്കത് റിസീവ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കേട്ട ദൂതിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. നാം മടങ്ങി വരുന്നെങ്കിൽ രക്ഷിക്കുന്ന വീരനായി അവൻ നമ്മോടൊപ്പം വ്യാപരിക്കും. ഹല്ലേലൂയ. അനർത്ഥ ദിവസം